ഇതെന്താടാ യൂണിഫോം ഒക്കെ ഇട്ടുണ്ട്? കോളേജിൽ കളർ ഡ്രസ് ഇട്ടിട്ട് വന്നു സാർ. ഞങ്ങൾ ഈ കോളേജിലല്ല സാർ, 12th കഴിഞ്ഞിട്ട് അടുത്ത കൊല്ലം ഈ കോളേജിലാണ് ചേരാൻ പോകുന്നത്. എടാ, ഈ കോളേജിനും സ്കൂളിനും തമ്മിൽ എന്താ വ്യത്യാസം? എന്താ സാർ ഇങ്ങനെ പറഞ്ഞത്? സ്കൂളേക്കാളും കോളേജ് എത്ര ബെറ്റർ ആണെന്നറിയോ? സ്കൂളിൽ യൂണിഫോം ഇടേണ്ടി വരും, പക്ഷെ ഇവിടെ അതിന്റെ ആവശ്യമില്ല സാർ. പിന്നെ ഈ അറ്റൻഡൻസിന്റെ പ്രശ്നമില്ല, എല്ലാം ഇവിടെ റോൾ നമ്പർ ആണ് സാർ. നമ്മൾ കോളേജിലേക്ക് വന്നിട്ടില്ലെങ്കിലും നമ്മുടെ ഫ്രണ്ട്സ് നമുക്ക് പകരം പ്രോക്സി കൊടുത്തേക്കും സാർ. സ്കൂളിന്റെ ഈ റാങ്ക് കാർഡ് പ്രശ്നമല്ലേ, അതിവിടെ തീരെ ഇല്ല സാർ. അതേപോലെ രാവിലെ വന്ന് വൈകുന്നേരം വരെ ഇരിക്കേണ്ട ആവശ്യമേ ഇല്ല സാർ. എപ്പോ വേണമെങ്കിലും വരാ, എപ്പോ വേണമെങ്കിലും പോവാ. അതാണ് സാർ ആർട്സ് കോളേജ്. ഈ പുസ്തക ബാഗ് ചുമന്നുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല സാർ. ഒരു നോട്ട് മതി സാർ, എല്ലാം എഴുതിയെടുത്തേക്കാന്ന്. കോളേജ് ലൈഫിന് വേറെയാണ് സാർ. അതെ സാർ. അങ്ങനെയാണെങ്കിൽ നാട്ടിൽ ഒരുപാട് കോളേജ് ഉണ്ടല്ലോ, നിങ്ങൾ ഇങ്ങോട്ട് വന്ന്. ഈ കൊല്ലം മുഴുവനും ഈ കോളേജിലെ സെക്യൂരിറ്റി ജോലി നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ കോളേജിനെ കുറിച്ച് താനേ മനസ്സിലാക്കി. സെക്യൂരിറ്റി എന്താളിയാ ഇവിടെ വാ മച്ചാനെ. പറയാളിയാ. ആ, ഈ എക്കണോമിക്സ് പിള്ളേരുടെ വിളച്ചിൽ കൂടുന്നുണ്ടല്ലോ. ബികോം പിള്ളേരാണെങ്കിൽ അടങ്ങിയിരിക്കണം എന്നാണ് അവർ പറയണത്. നമ്മുടെ പിള്ളേരെ കോളേജിലിട്ട് തല്ലിയവന്മാർ ചോദിക്കാൻ പോയ എൻ്റെ മേക്കിട്ട് കയറി അവർ. കാന്യൂഷ്ണൊന്നും വിടാൻ പാടില്ല കേട്ടോ. നമ്മളവന്മാർക്ക് ഒരു പണി കൊടുക്കണം കേട്ടോ, വെറുതെ വിടാൻ പാടില്ല. ആരടാ അത്? മുസ്തഫയെ തൊട്ടാ ഞാൻ വരും, നിനക്ക് അറിയില്ലടാ. ഫസ്റ്റ് ഇയർ പിള്ളേരെ റാഗ് ചെയ്യരുതെന്ന് പറയാൻ നീ ആരടാ? ബികോം പിള്ളേരെ ഒരെണ്ണത്തിനെ വെച്ചേക്കത്തില്ല. എക്കണോമിക്സിലോട്ട് കളിക്കാൻ വന്നാലേ പിന്നെ കാണില്ല. ഡിപ്പാർട്ട്മെന്റ് കൈവെക്കൂടാ. ഇന്നാണ് കോളേജ് തുടങ്ങുന്നത്. ഇന്ന് തന്നെ ഇങ്ങനെ അടിയിട്ടാക്കിയാലും ഈ വർഷത്തെ ക്ലാസ് ഒക്കെ പോക്കാം. മുസ്തഫയുടെ ദേഹത്ത് തൊട്ട് നീ വരുമെന്ന് എനിക്ക് അറിയടാ. ഇപ്പൊ ഞാൻ അവൻ അടിച്ചിട്ടുണ്ട്, നീ ഇനി എന്റെ ദേഹത്തുനിന്ന് തൊട്ട് നോക്ക്. മക്കൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, എല്ലാം റൗഡികളാ. റൗഡി പിള്ളേരെ ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും അക്യൂസ്ഡാ. ഞാനേ ഒരു റൗഡിയാണ്, എന്നോടാണ് റൗഡിത്തരം. ഇനി ഇങ്ങനെ ഉണ്ടാവാൻ നോക്കാം സാർ. ഇനി എന്ത് നടക്കാനാ? ഇല്ലില്ല, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ആരും കോളേജിൽ വരണ്ട, TC വന്നു വിടാം, വാങ്ങിയിട്ട് പോയിക്കോ. എക്സ്ക്യൂസ് മീ മിസ്റ്റർ ശ്രീകുമാരൻ തമ്പി, MA MPhil PhD. എന്റെ മകൻ വെള്ളം അടിക്കും, സിഗരറ്റ് വലിക്കും, കഞ്ചാവ് അടിക്കും, ഇതല്ലേ നിങ്ങളുടെ കംപ്ലൈന്റ്? അതെ. എന്തോന്ന് അതേന്ന്? രാവിലെ 7 മണിക്ക് അലാറം വെച്ച് എഴുന്നേറ്റ് 8 മണിക്ക് റെഡിയായി 9 മണിക്ക് വരുന്നതിനാണ് എന്റെ മകൻ. വൈകുന്നേരം കോളേജ് വിട്ട് വന്നു കഴിഞ്ഞ് 2 മണിക്കൂർ നേരം എന്റെ കൂടെ സംസാരിച്ചിട്ട് 8 മണിക്ക് പോയി കിടക്കുന്നതിനാണ് അവൻ. അവൻ ആകെപ്പാട് ഒരു ദിവസം 4 മണിക്കൂർ നേരം എന്റെ കൂടെ ഇരിക്കുന്നത്. ബാക്കിയുള്ള സമയം എവിടെയാ ഇരിക്കുന്നത്? 8 മണിക്കൂർ മുതൽ 10 മണിക്കൂർ നേരം അവൻ നിങ്ങളുടെ കസ്റ്റഡിയിലാണ്. അങ്ങനെയുള്ളൊരു ചെറുക്കനെ നശിച്ചു പോയി എന്ന് പറഞ്ഞാൽ എങ്ങനെ നശിച്ചു പോകുന്നതാണ്? എന്റെ മുന്നിൽ ഇരുന്ന് ഇന്ന് വരെയായിട്ട് ഒരു തെറ്റ് പോലും ചെയ്യാത്ത പയ്യൻ കോളേജ് വന്ന് നശിച്ചു പോയെന്ന് പറഞ്ഞാൽ അവനെ നശിപ്പിച്ചത് ആരാ? ചുമ്മാ പിള്ളേർ വെള്ളമടിക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ഈ നാട്ടിലെ മദ്യ ഷാപ്പ് എത്ര മണിക്കാണ് സാറേ തുറക്കുന്നത്? 10 മണിക്കാണ് സാറേ. 10 മണിക്ക് പിള്ളേരെ നിങ്ങളുടെ കസ്റ്റഡിയിലാണ് ഉള്ളത്.
പിന്നെ അവനൊരു വെള്ളമടിക്കാരനാക്കി മാറ്റാൻ നോക്കിയാലേ ഞാനത് എങ്ങനെ അംഗീകരിക്കുന്നത്? വെള്ളമടിക്കാൻ ആരാ കാരണം? അതും അവൻ വെള്ളമടിച്ചാലും വൈകുന്നേരം വീട്ടിൽ വരുമ്പോ ഒരു മണമില്ലല്ലോ. അപ്പൊ മണമില്ലാത്ത മദ്യമാണോ നിങ്ങൾ ക്യാൻറ്റീനിൽ വിറ്റോണ്ടിരിക്കുന്നത്? സാറേ, ഇത് അങ്ങനെ വിടുമെന്ന് വിചാരിക്കണ്ട, സുപ്രീം കോടതി വരെ പോകും. ചുമ്മാ അവനെ എങ്ങനെ വിളിച്ചിട്ടു പറഞ്ഞാലേ എങ്ങനെ വിളിച്ചിട്ട് പോകുന്നതാണ്? +2 ഗുഡ് ബോയ്, വെരി ഗുഡ് ബോയ് എന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയ എന്റെ മകന്റെ അവസ്ഥ ഇപ്പൊ എന്താണ്? ഇപ്പൊ നശിച്ചു പോയി എന്ന് പറയുന്നുണ്ടല്ലോ. അന്നൊരു നല്ല മകനെ ഇവിടെ കൊണ്ട് ചേർത്ത എന്റെ മകനെ എനിക്ക് തിരിച്ചു താ സാർ. അതെ, ഇയാളെ മോനാരാ? ഞാനാണ് സാറേ. ഇവനാണ് സാറേ എന്റെ മകൻ. സാറേ, ഇത് ഞാൻ അങ്ങനെ വിടാൻ പോകുന്നില്ല. പ്രായപൂർത്തിയാത്ര പയ്യനെ വഴിതെറ്റിച്ചെന്ന കേസിൽ KL 676 ചുമത്തി ഞാൻ സാറിന് അകത്തില്ലാതെ പിൻപോട്ട് മാറുന്ന പ്രശ്നമില്ല. അത് സാറിന്റെ വണ്ടി ഓ, അത് ശരിയാണല്ലോ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. അത് പിന്നെ IPC 63, 73, 83 ചുമത്തി സാർ. കുറഞ്ഞത് 6 മാസമെങ്കിലും അവധി. ദയവ് ചെയ്തൊന്ന് പോ, അവനെ ശരിയാക്കി വിടാം. സാർ പറഞ്ഞു കേട്ടില്ല, ഇറങ്ങി പോടാ. മുസ്തഫ, നിന്റെ അച്ഛൻ സംസാരിക്കുന്ന കേട്ടിട്ടേ അയാള് വിറച്ചു പോയി. കമലി, ഒരു ദോഷം കൂടി. അളിയോ, നീ ഓരോ പ്രാവശ്യം അടിക്കുന്നതോറും അവൻ എന്തിനാന്നറിയോ എണീറ്റ് വന്ന് തല്ലാൻ വരുന്നത്? കാര്യം അറിയോ? നിന്റെ അടിയിൽ എത്ര ബലമില്ലടാ. എങ്ങനെ അടിക്കേണ്ടെന്ന് അറിയോ നിനക്ക്? ഞാൻ നിനക്ക് എങ്ങനെയാ തല്ലണ്ടെന്ന് പറയാം. കൈ ഇതിങ്ങനെ പിടിച്ചോ, വിരലിന്റെ ഉള്ളിൽ തന്നെ മടക്ക്, വീണ്ടും മടക്ക്. ഇപ്പൊ ഒരു ഗ്രിപ്പ് കിട്ടുന്നില്ലേ? ഇങ്ങനെ പിടിച്ചെണ്ണം കൊടുത്താലുണ്ടല്ലോ അവന്റെ ചെവിക്കല്ലേ തകർന്നു പോകും. മനസ്സിലായോ? പിന്നെ അവൻ തിരിച്ച് എണീറ്റ് വരത്തില്ല. മനസ്സിലായോ? എടാ മണ്ട മുസ്തഫേ, അവന് നല്ല ബുദ്ധിയില്ലേ നീ പറഞ്ഞു കൊടുക്കേണ്ടത്? എന്താ എന്നെ പിടിച്ച് തല്ലുന്നത്? എപ്പോഴും എങ്ങനെ ഇടിക്കണം, എങ്ങനെ കുത്തണം, ഇത് മാത്രം അറിയുള്ളൂ. ഡേ, എന്നോട് പ്രിൻസിപ്പൽ എന്തൊക്കെയാ പറഞ്ഞെന്നറിയാമോ? എടാ, സ്റ്റാഫ് മീറ്റിംഗിലെ ഇലക്ഷൻ അടുത്ത ആഴ്ച അനൗൺസ്മെന്റ് ചെയ്യുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എക്കണോമിക്സിലെ കുട്ടികൾ അടിച്ചോട്ടെ, എന്തെങ്കിലും കാണിച്ചോട്ടെ. പക്ഷെ BComലെ കുട്ടികൾ നിങ്ങൾ കുറച്ച് ലോയൽ ആയിരിക്കണം. ഓക്കെ? അതെന്താ ടീച്ചറെ, എപ്പോഴും എക്കണോമിക്സ് പിള്ളേരുടെ കൊടി മാത്രമേ പറക്കാൻ പാടുള്ളൂ? ഇപ്രാവശ്യം BComന്റെ കൊടിയായിരിക്കും പറക്കുന്നത്. അളിയാ, കോളേജ് ഇലക്ഷൻ ഡേറ്റ് അനൗൺസ് ചെയ്തടാ. ഇലക്ഷനൊക്കെ ഒന്ന് തീരട്ടാ. ആദ്യം നീ, പിന്നെ അവൻ. പീറ്റേഴ്സ് റോഡിൽ വെച്ച് ഞങ്ങളെ അച്ചാറിട്ടില്ലെങ്കിലേ ഞങ്ങളുടെ പേര് മാറ്റിക്കോടാ. BComകാർക്കും എക്കണോമിക്സുകാർക്കും തമ്മിലല്ല, നീ വലുതാണോ ഞാൻ വലുതാണോ എന്നുള്ള ഈഗോയിൽ നടക്കുന്ന വഴക്കാണ്. എടാ വിജയ്, ഈ വർഷം നീ കോളേജ് ചെയർമാനോട് മത്സരിച്ചില്ലെങ്കിലേ ഈ വർഷം മുഴുവൻ നമ്മൾ അവർ അടിമയായിട്ട് കഴിഞ്ഞിട്ട് വരും. കാശ് റെഡിയാക്കടാ. വിജയ് ചിറ്റടി വീട്ടിൽ പോകുന്നു, പണം എടുക്കുന്നു, ഇലക്ഷനിൽ തകർക്കുന്നു. അവരുടെ വീട്ടിൽ താമസിക്കുന്ന വിജയ് അവന് എപ്പോഴൊക്കെ പൈസയുടെ ആവശ്യമുണ്ടോ അപ്പോഴൊക്കെ അവൻ വീട്ടിലേക്ക് പോകും. അയ്യോ, വന്നല്ലോ, വന്ന് കേറി. എന്റെ വീട് നശിപ്പിക്കാനായിട്ട് വന്ന് കേറിയിട്ടുണ്ട്. ഇവന്റെ അമ്മയും ഇപ്പൊ വന്ന് എല്ലായിടത്തും നിനക്ക് പറഞ്ഞ ഒന്നും മനസ്സിലാവില്ല. ഇനി എന്തൊക്കെ എടുത്തോണ്ട് പോവാനാണ്? അവൻ എടുക്കേണ്ടത് എടുക്കും. വെറുതെ എനർജി കളയല്ലേ ചിറ്റേ, നിങ്ങളുടെ ഹാർട്ട് അങ്ങ് പൊട്ടിപ്പോ. ഞാൻ നിന്റെ അമ്മ ഒന്ന് കാണട്ടെ. ഇനി എന്തൊക്കെയാണോ ചെയ്തു കൂട്ടാൻ പോകുന്നേ? ചെറിയ പ്രായത്തിൽ തന്നെ കമാലി വിളിച്ചോണ്ട് പോയതാ. ആ പോക്ക് പോയാ പോരായിരുന്നോ? ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് തിരിച്ചു കയറി വന്ന് ഇവിടെ ഉള്ളതെല്ലാം എടുത്തോണ്ട് നെഞ്ചടക്കും? കുറച്ച് വെള്ളം കുടിച്ചിട്ട് സംസാരിക്കേ, ഒന്ന് സമാധാനിക്കേ. നീ ഒന്ന് മിണ്ടായിരിക്ക. എന്താളിയാ, വല്ലതും തടഞ്ഞോ? സൈഡ് ഡിഷ് പോലും ഇല്ലാണ്ട് അടിച്ച് കയറ്റാണല്ലോ. ഒറ്റ സിപ്പിൽ തന്നെ അങ്ങ് തീർത്തല്ലോ. നീ എത്ര അരിച്ചു പറക്കിയാലും ഒന്നും കിട്ടാൻ പോകുന്നില്ലടാ. അതൊന്നും പറിച്ചിളക്കാതെ. ഡോക്ടർ BP ഉണ്ടെന്ന് പറഞ്ഞതല്ലേ? എനിക്ക് ടെൻഷൻ ഒന്നും ഇല്ല. ഞാൻ എന്ത് ജോളിയായിട്ടായിരിക്കുന്ന നീ കണ്ടില്ലേ? വേണമെങ്കിൽ കണ്ടോ. നല്ല ഫോമിലാണ്. അമ്മ എന്തേ കാണിക്കുന്നത്? ആരെങ്കിലും കണ്ട നാണക്കേടാ. ഈ അമ്മയ്ക്ക് പറഞ്ഞ മനസ്സിലാവില്ല. എന്താ ഇത്? അമ്മ ആരെങ്കിലും കണ്ട മോശം. അമ്മ അമ്മ ഒന്ന് നിർത്ത്. ആരെങ്കിലും കണ്ട മോശമാന്ന് ഞാൻ പറയുന്ന കേക്ക്. ചിറ്റേ നല്ല ഡാൻസ് ആണല്ലോ. ആ കളിക്ക്, നിങ്ങൾ അമ്മ ഞാൻ പറയുന്ന ഒന്ന് കേക്ക് പ്ലീസ്. അമ്മ ആരെങ്കിലും കണ്ട നാണക്കേടാ. അടിപൊളി. അമ്മക്ക് എന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? ഇപ്പൊ എന്തിനാ ഡാൻസ് കളിക്കുന്നത്? ഷോ എന്റെ അമ്മയൊന്ന് നിർത്തുന്നുണ്ടോ? സൂപ്പർ സൂപ്പർ സൂപ്പർ.
അമ്മ ഒന്ന് മിണ്ടാതിരിക്കും. അമ്മ ഞാൻ മുത്തശ്ശനെ ഫോൺ ചെയ്തിട്ടുണ്ട്. അതെ എപ്പോ വരും? അമ്മ എന്നെ സമാധാനിക്കും. മുത്തശ്ശൻ വരുന്നല്ല പറഞ്ഞത്. ഒന്ന് മിണ്ടാതിരിക്കും. ഞാൻ പറയുന്നൊന്നും അമ്മയുടെ തലക്ക് കേറുന്നില്ലേ? ഒന്ന് മിണ്ടാതിരിക്ക്. ഇത് കണ്ടോ വെച്ചിരുന്ന സ്വത്തും കൂടെ മുത്തശ്ശ അത് അവന്റെ അച്ഛന്റെ സ്വത്താ. അവൻ എടുത്തോണ്ട് പോകുന്നതില് അമ്മയ്ക്ക് എന്താ കുഴപ്പം? പെണ്ണെ അവന്റെ അച്ഛൻ മാത്രമല്ലടി ഇത് നിന്റെ അച്ഛനും കൂടിയാ. ഇനി ഓരോ പ്രാവശ്യത്തിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൻ എന്താ ചെയ്യുന്നത് കണ്ടോ? നിന്നെ കാണിച്ചു തരടാ. അച്ഛാ എന്റെ വീട് അവൻ വിൽക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും അമ്മേനെ കൂടി വീട്ടിൽ പോ. അവൻ വീട്ടിന്റെ ആധാരം ഇവിടെ കൊണ്ടുപോയി അവിടെ വെച്ച് അവളെ തീർക്കും ഞാൻ. ഇതുവരെയുള്ള പറ്റ് തന്ന് തീർക്കാത്തവർക്ക് കടം കൊടുക്കുന്നതല്ല. ആഹാ ഇത് കൊള്ളാലോ. എടാ മുരുക ഒരു ചായ എടുക്കേ. വലിയ ബോർഡ് എഴുതി വെച്ചിരിക്കുന്നു. ബോർഡ് എന്നാടോ എന്താണോ ഈ ഗ്ലാസ് നിറച്ചു കൊണ്ടുവന്നിരിക്കുന്നത്? അതിനകത്ത് കുറച്ച് മാറ്റിട്ട് പാടോ. കുറച്ചേ ഉള്ളൂ. എടോ ഓടൽ ഒഴിച്ചു കളഞ്ഞ ചായയുടെ ബാക്കിയാണ് എനിക്ക് കൂടി തരുന്നത്. സൗജന്യമായിട്ട് കുടിക്കുന്നവന് ഇതൊക്കെ മതി. കുടിച്ചിട്ട് സ്ഥലം കാര്യമാക്കാൻ നോക്കണം. വലിയ പുള്ളിയായി പോയല്ലോ. എടാ നീ കാശ് റെഡിയാക്കാന്ന് പറഞ്ഞു പോയിട്ട് ഇതെന്താ മുദ്രപത്രം കൊണ്ട് വന്നിരിക്കുന്നത്? ഇതുകൊണ്ട് എന്ത് ചെയ്യാനാ? ചിറ്റയെടുത്തുനിന്ന് ഇത് എടുത്തോണ്ട് വരാൻ തന്നെ ഭയങ്കര പാട് കിട്ടും. വിട്, ഇത് വെച്ച് വല്ലതും സെറ്റ് ആവും നോക്കാം. എന്തെങ്കിലും ആവട്ടെ. മൈ ഡിയർ മുസ്തഫ, എന്താ നീ തന്നിട്ട് പോയ ഈ സഞ്ചി ഉണ്ടല്ലോ കുറെ നാളായിട്ട് എന്റെ ഇരിക്കുക. നിങ്ങളുടെ അടുത്തായിരുന്നു അത്? എന്റെ അടുത്ത് തന്നാ എന്റെ അടുത്തല്ലേ കാണുള്ളൂ. ഇത് തന്നെയാണ് ഞാൻ കുറെ നാളായിട്ട് തേടിക്കൊണ്ടിരിക്കണേ. അങ്ങനെ അങ്ങ് അന്വേഷിക്കാൻ ഇതിനകത്തിൽ എന്താ ഉള്ളത്? എന്തുവാടാ കാണിക്കുന്നത്? ഇത് കൊത്തിയ ചാവലിടോ. നെറുകം തലോട്ട് ഉള്ളംകാലവരും നയൻതാര കിസ് എന്ന പോലെ ഇരിക്കും. നയൻതാര കിസ് കൊടുത്തതുപോലെയോ അനുഷ്ക കിസ് കൊടുത്തതുപോലെയോ ഉണ്ടാവുന്ന എനിക്ക് അറിയത്തില്ലടാ. എടുത്തോണ്ട് പോടാ. എടാ നിന്നോടല്ലേ പറഞ്ഞത്? എടുത്തോണ്ട് പോടാ. ഇവൻ എന്തൊക്കെയായി കാണിക്കുന്നേ? നമസ്കാരം. എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിന്നോട് ഇവനൊക്കെ ചിറ്റയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോരുതെന്ന്? എടാ എന്തിനാ നീ ആധാരം കട്ടെടുത്തത്? വിജയ്, അല്ലെങ്കിൽ തന്നെ നാട്ടുകാരൊക്കെ പറഞ്ഞു നടക്കുന്നത് നമ്മൾ തമ്മിൽ എന്തോ ഉണ്ടെന്നാണ്. ടീച്ചർ എപ്പോ നോക്കിയാലും എന്നെ എന്തിനാ തല്ലുന്നേ ടീച്ചർ? അങ്ങനെ ചുമ്മാ അല്ലേ നിൽക്കുന്നത്? അങ്ങനെ അടിക്കാൻ പാടില്ല. മുരുക ഞെളിവിരി കൊണ്ടുവന്നത് എന്തിനാ? കൈലിക്കത്തി നയൻതാര എന്തൊക്കെയോ ചെയ്യുന്ന പോലെ ഉണ്ട്. വണ്ടി നിർത്തണം. ഇങ്ങേരാണ് ശബരി, ഇങ്ങേരെ പേരാണ് മാണിക്യം. കമളി, ശബരി, മാണിക്യം എല്ലാവരും ഒരുമിച്ച് പഠിച്ചവരാ. ശബരിയും കമളിയും തമ്മിൽ പ്രേമത്തിലായിരുന്നു. ശബരി രാഷ്ട്രീയത്തിലുള്ളത് കമളിക്ക് ഇഷ്ടപ്പെടാതെ കമളി ശബരിനെ വിട്ട് പിരിഞ്ഞു. അതിനുശേഷം കമളിയും കല്യാണം കഴിച്ചില്ല. ഈ ശബരിയും കമളിയും ഓർത്ത് കല്യാണം കഴിച്ചില്ല. എന്നതാ ഇത്? ഈ ഡോക്യുമെന്റ് വെച്ച് കുറച്ച് പണം തരാൻ പറ്റുമോ? എന്നാ പിടി, രാത്രി വീട്ടിലോട്ട് വാ. പൈസ ഓക്കെ. എല്ലാം നമ്മുടെ പിള്ളേരാ. എന്താ എന്താ വേണ്ടത് നിങ്ങക്ക്? ഞങ്ങൾക്ക് ഒരു ബോൾ വാങ്ങി തരോ? എൻജോയ് ചെയ്തോ. നീ നിന്റെ ചിറ്റയുടെ വീട്ടിൽ പോയി എന്തെങ്കിലും കാണിച്ചോ? പക്ഷെ ഇവന്റെ കൂടെ ഒന്നും ചേരല്ലേ. ബൈക്ക് എടുക്ക്, ബാങ്കിൽ പോണം. എടാ നിനക്ക് സൗര്യയെ പറ്റി അറിയില്ല വിജയ്. നിന്നേക്കാൾ കൂടുതൽ എനിക്ക് അവനെ അറിയാം. നീ അവനോട് എപ്പോഴും പണം വാങ്ങിച്ച് ശീലമായി കഴിഞ്ഞാൽ നിനക്ക് പണത്തിന്റെ ആവശ്യം വരുമ്പോഴൊക്കെ നീ അവന്റെ അടുത്തേക്ക് പോകും. അപ്പൊ നിന്റെ കയ്യിലേക്ക് ആയുധം തന്നിട്ട് ആരെങ്കിലും വെട്ടിയിട്ട് വരാൻ പറയും. അപ്പൊ നീ അതൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് വിജയ് ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. അവൻ നിന്റെ ലൈഫ് സ്പോയിൽ ചെയ്യും. പ്ലീസ് അതൊന്നും വേണ്ട. അങ്ങനെയൊന്നും ഇല്ല കമലി. ചെറുപ്പം തൊട്ട് ഞാൻ കാണുകയാണ്. ശബരിയേട്ടൻ നല്ലൊരു മനുഷ്യനാണ്. എടാ വടക്കോട്ടും തെക്കോട്ടും ഇങ്ങനെ നടക്കാതെ പൈസ വല്ല ഇട്ടിട്ട് പോടാ. അതെ കുടുംബ വിളക്കുകളെ, നിങ്ങൾക്ക് വേണ്ടിയാണ് ഇങ്ങനത്തെ ഒരു പടം ഐശ്വര്യമായിട്ട് വരച്ചു വെച്ചിരിക്കുന്നത്. നിങ്ങളിടുന്നത് പിച്ചയല്ല, ഈ കലയെ ആസ്വദിച്ചതിനുള്ള കൂലിയാണ്.
ഞാൻ പിച്ചക്കാരനല്ല, കലാകാരനാണ്. നീ എന്ത് നന്നായിട്ടാണ് വരച്ചിരിക്കുന്നത്? ഈ റോഡിൽ വരക്കുന്നതിന് പകരം ഒരു എക്സിബിഷൻ നടത്തിക്കൂടായിരുന്നോ നിനക്ക്? സാർ, അതിന്റെയൊക്കെ സൗകര്യം എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് സാർ ഞാൻ റോട്ടിലിരുന്ന് പിച്ചെടുക്കണം? മുമ്പൊക്കെ ഹോട്ടലില്, ജ്വല്ലറി, തുണിക്കടകള്, ഞങ്ങളെ പോലെ പെയിന്റർമാരെയാണ് പരസ്യ ബോർഡ് വരയ്ക്കാൻ വേണ്ടി വിളിക്കാറുള്ളത്. ഇപ്പോ ഡിജിറ്റൽ പ്രിന്റിംഗ്, ബാനർ, ഫ്ലെക്സ് അങ്ങനെയെല്ലാം വന്നതുകൊണ്ട് ഞങ്ങളെ പോലെ കലാകാരന്മാർക്ക് പണിയില്ലാണ്ടായി. കൂടിപ്പോയ രാഷ്ട്രീയക്കാരുടെ ചിഹ്നങ്ങളും അവരുടെ മുഖം വരയ്ക്കാൻ വേണ്ടി വിളിക്കാറുണ്ട്. ഏതോ ഒരു രാഷ്ട്രീയക്കാരുടെ മോന്ത വരയ്ക്കുന്നതിന് പകരം ഇവിടെ റോട്ടിലിരുന്ന് പിച്ചെടുക്കുന്ന അതിലും ഭേദമാണ് സാറേ. എന്തൊക്കെയായാലും കയ്യിൽ നല്ലൊരു കലയാണ് വച്ചിരിക്കുന്നത്, അത് കളയാതെ സൂക്ഷിച്ചോളണം. എടോ മൊട്ടത്തലയാ, ആദ്യം മുതൽ കഥ മൊത്തം കേട്ടിട്ട് പൈസ ഇടാണ്ട് പോകുന്നല്ലോടാ നന്ദിയില്ലാത്തവനെ. എന്താ മൂർത്തി, നീ വല്ല ഐറ്റക്കാരനാണെന്ന് പറഞ്ഞിട്ട് നീ ഇവിടെ മടലും കത്തിച്ച് ചൂട് കാഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ഈ കത്തിക്കുത്തും അരിവാള് കൊണ്ട് വെട്ടുന്നതൊക്കെ പഴയ സ്റ്റൈലാ. തെങ്ങിൽ കീടം വരാതിരിക്കാൻ തളിക്കുന്ന മരുന്നത്. ഇത് ശുദ്ധനാഗം. ഇത് രണ്ടും ഒരുമിച്ച് കലർത്തി അരളി വിത്ത് കൊണ്ട് ഇത് മടലിൽ തേച്ച് തീയിൽ കാണിക്കണം. അങ്ങനെ ചെയ്താൽ ഇതിലും വലിയ വിഷം വേറെ ഉണ്ടാകും. പൈസ ചോദിച്ചാ തരാൻ പോവാ, അതിനെന്തിനാ വീട്ടിന്റെ പത്രം? ചേട്ടാ, ഈ പണം വേറെ സ്നേഹം വേറെ. എനിക്കെന്റെ സൗകര്യത്തിന് എപ്പോഴും വേണം, അതുകൊണ്ടാണ്. ശരി, നിനക്കെന്തിനാ ഇത്രയും പൈസയുടെ ആവശ്യം? കോളേജിൽ ഇലക്ഷൻ എടുക്കുന്നുണ്ട്, സോ അടിപൊളിയായിട്ട് കുറച്ച് ഏർപ്പാടുകൾ ചെയ്യാനുണ്ടായിരുന്നു, അതുകൊണ്ടാ. ശരി, സൂക്ഷിച്ചു വെച്ചോ. നമുക്ക് ആരെങ്കിലും കൊല്ലണമെങ്കിൽ കത്തിയും കൊടുവാളിൻ്റെ ഒന്നും ആവശ്യമില്ല. പോകുന്ന പോക്കിൽ ഇതുകൊണ്ടൊന്നും വരഞ്ഞാൽ മതി. ഒരു കുഞ്ഞു പോലും അറിയില്ല. വിഷം ചോരെ കലന്ന് വേദന കൊണ്ട് നരയിച്ച് ചാവും. നീ എന്ത് ചെയ്താലും എങ്ങനെ ചെയ്താലും എനിക്ക് പ്രശ്നമില്ല, അവൻ ചാകണം. എന്താ പറ്റിയത്? എന്തൊരു സ്റ്റാർട്ട് ആവുന്നില്ലേ? നീ തള്ളിക്കൊണ്ട് പോകേണ്ടി വരും. വാ അളിയാ, 94 നമ്മുടെ കോളേജിൽ ഒരു ഇലക്ഷൻ നടന്നു, അത് ഓർമ്മയാണോ നിനക്ക്? എല്ലാരും ഇപ്പോഴും അതിനെക്കുറിച്ചാണ് അളിയ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അതുപോലത്തെ ഒരു ഇലക്ഷൻ നടത്തണം അളിയ. മനസ്സിലാവുന്നുണ്ടോ? അളിയ ഒന്ന് നിന്നേ, എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട്. ഇവൻ എന്താ പറഞ്ഞേ? ജീവനുണ്ടോ? ആരാ? അച്ഛാ, ജീവനുണ്ടോ അച്ഛാ? കുറച്ച് വെള്ളം തന്നെ മോദം ഒഴിച്ച് ഒഴിക്കേ. അയ്യോ, എന്ത് പറ്റി? നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്ക. അച്ഛാ, അനങ്ങുന്നുണ്ട് അച്ഛാ. ആ വണ്ടി എടുത്തിട്ടോ, ഇവനെ പിടിച്ചോണ്ട് കയറിക്കേ. എന്നിട്ട് ഏതെങ്കിലും ആശയം കൊണ്ടുവന്ന് നോക്കേ. തലേന്ന് നിൽക്കാതെ കേട്ടാ കൂടെ. അങ്ങനോട്ട് കേട്ടേ. ആ വണ്ടി എടുക്കടാ. വാളിയ വോട്ട് ചെയ്യണം കേട്ടോ, മറക്കരുത്. ഇതാണ്, നോക്കണം. എല്ലാവർക്കും നമസ്കാരം. വോട്ടെല്ലാം എനിക്ക് ചെയ്യണം. എന്നാ ശരി സാറേ.
എടാ പ്രശ്നമൊക്കെ കണ്ടു പോയിട്ട് നോമിനേഷൻ ക്യാൻസൽ ആവും. ഹായ് ഫ്രണ്ട്സ്. ആരാടാ അവന്മാര്? ന്യൂ കോളേജിലെ ചെക്കന്മാരാ. എല്ലാരും മറക്കാതെ വോട്ട് ചെയ്യണം. വോട്ടിൽ നമ്മൾ അളിയെ ചെയ്യാവുള്ളൂ കേട്ടോ, മറക്കണ്ട. ഇപ്പൊ അവൻ അടിച്ചിട്ടുണ്ട്. ബോട്ടിൽ ഇപ്പൊ പൊട്ടിയനെ. വോട്ട് ചെയ്യണ ആർക്കറിയാലോ, വിജയിക്കാനാണ് കേട്ടോ, മറക്കല്ലേ. വിജയിക്കാണ് വോട്ടെ, മറക്കണ്ട. എടുത്തിട്ട് പോടും. ID കാർഡ് എവിടെ? സാർ ID കാർഡ് വീട്ടിൽ സാർ. ഞാൻ 15ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. സാർ വേഗം പോ. എന്റെ അച്ഛന്റെ അടുത്ത് പോയി ജയിച്ച കാര്യം മാത്രമേ പറയാവൂ, അറിയാവല്ലോ. ഇതിനാടാ ശല്യം ചെയ്യുന്നത്. സാധനമൊക്കെ കയ്യിലുണ്ടല്ലോ. അങ്ങനെ ചുറ്റി വാ. മറക്കണ്ടോ? അളിയ നമ്മുടെ വിജയ് കൊല മാസം ആൾക്കാർ വിജയ്ക്ക് തന്നെ വോട്ട് ചെയ്യും. സർ, പോളിംഗ് എത്ര മണി വരെ ഉണ്ടാകും? 3:30 വരെ പോകും മാഡം. ഓ, പ്രിൻസിപ്പാളിനെ ഒന്ന് കാണണമായിരുന്നല്ലോ. പ്രിൻസിപ്പൾ അവർ റൂമിലുണ്ടാവും മാഡം. പ്രേയിങ് ഫോർ നേസമണി. കോളേജ് ഇലക്ഷൻ വോട്ട്സ് എണ്ണാൻ തുടങ്ങാൻ പോവുകയാണ്. ഡിപ്പാർട്ട്മെന്റ് ഇലക്ഷൻ ഓഫീസിൽ തന്ന സർട്ടിഫിക്കറ്റ് കൊണ്ട് തന്നെ. വോട്ടിംഗ് എല്ലാം കഴിഞ്ഞല്ലോ, ഇനി എന്തിനാ അവിടെ നിൽക്കുന്നത്? ശരി, നിങ്ങൾ എല്ലാവരും വെളിയിലേക്ക് പോ. വെളിയിൽ പോ, പുറത്തേക്ക് പോ, പുറത്തേക്ക് പോ. ഇന്നലെ വരെ എലിയും പൂച്ചയും പോലെ കഴിയും പിടിയായിരുന്നു. ഇന്ന് അവന്മാർക്കൊരു പ്രശ്നം വന്നപ്പോ എന്തൊരു ഐക്യാന്ന് കണ്ടു. ഈ വർഷം ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ഇലക്ഷനിൽ ജയിച്ച എല്ലാവർക്കും എന്റെ വിഷസ്. അതേസമയം നമ്മുടെ സ്റ്റുഡന്റ് ചെയർമാനെ വോയിസ് മൂലം നമ്മൾ തിരഞ്ഞെടുക്കാൻ പോവുക. സോ നിങ്ങളിൽ ആരാണ് ചെയർമാനായിട്ട് നിൽക്കാൻ പോണേ? പൊൻധനുഷ്. വിജയ്, നമുക്ക് നീ ചെലവ് ചെയ്ത കാശല്ലാതെ 5 പോയിന്റ് ഒരു മാലയും, ജയിക്കുവാണെങ്കിൽ 2 ലക്ഷം രൂപയും തരും. പീഡിക്കടാ. ഈ പറഞ്ഞു തന്നെ നിനക്കും ഓക്കെ ആണല്ലോ. ഇപ്പോ പൊന്തൻസിന് ആരൊക്കെ സപ്പോർട്ടാണ്? കൈബുക്കിക്ക് 1 2 3 4 5. നെക്സ്റ്റ് വിജയ് 11. കൺഗ്രാറ്റ്സ് വിജയ്. താങ്ക് യു സർ. ഈ അക്കാദമിക് ഇയറിൽ 150 ദിവസം വർക്കിംഗ് ഡേയ്സ് ആണ്, മനസ്സിലായോ? അറിയാം ആ 150 ദിവസത്തിൽ ഒരു ദിവസം കൂടെ വേസ്റ്റ് ആക്കി കളയരുത്. ഓക്കെ, IDs വിടാതെ നോക്കിക്കോ. കാശ് വാങ്ങിച്ചിട്ട് തോപ്പിച്ചിരിക്കുക. ഒരുത്തനെ വെറുതെ വിടരുത്.
എന്താടാ വെറുതെ വിടത്തില്ല. എടോ, പിടിക്കണവനെ, വിടില്ലേ? വിടില്ലേ? പിടിക്ക്. പിടിക്കണേ. നിക്കണോടെ. നിക്കണല്ലോ. പിടിക്കടാ, പിടി. വിടാനില്ല. ഒരുത്തനെ വെറുതെ വിടരുത്. നിന്നോടല്ലേ പറഞ്ഞത്? നിക്കണോടെ. പിടിക്കടാ, പിടി. ഒരുത്തനെ വെറുതെ വിടരുത്. സാറതാ അങ്ങോട്ട് ഓടുന്നു. പിടിക്കുന്നതാണ്. പുറകോട്ട് കേറിക്കോ. ഭഗവാനേ, ഈശ്വരാ, ഭഗവാനേ, രക്ഷിക്കണേ. ഭഗവാനേ. എവിടോട്ട് പോയി അവന്മാര്? സാറേ ഇവിടെ എവിടെയെങ്കിലും കാണും സാറേ. നാരായണായ, നാരായണായ. ഇവരല്ല സർ, ഇവരൊക്കെ ഭക്തന്മാരാ. എന്താ മോനെ കോളേജ് പിള്ളേർ മൊത്തമായിട്ട് വന്നേക്കുന്ന? കോളേജ് ഇലക്ഷൻ ജയിച്ചുകൊണ്ട് ചില സെലിബ്രേഷൻസ് നടത്താൻ പ്ലാൻ ചെയ്യാണ്. അതുകൊണ്ട് പെർമിഷൻ വാങ്ങിക്കാൻ വേണ്ടി വന്നതാ. ഒരു മനുവായിട്ട് എഴുതി 10 പേര് കൈയെഴുത്തിട്ട് കൊടുത്തിട്ട് പോ. എന്നാ പേപ്പർ. അളി അത് മേടിച്ചെഴുതടാ. ആ ശരി അളിയാ. ദാ മോനെ പേന. ഞങ്ങളുണ്ട്. അമീർ മോൾ ഓപ്പോസിറ്റിലാ സർ. അവിടെ SBI ATM അടുത്താണ് സർ. അവിടെ ഒരു സാഹിബിന്റെ കടയുണ്ടല്ലോ. സാഹിബിന്റെ കടയുടെ മുകളിലാണ് സർ. സമീം സാഹിബിന്റെ. സമീം സാഹിബിന്റെ വീടിന്റെ അടുത്തുള്ള ധനപാലിന്റെ മോനാണ് സർ. ധനപാലിന്റെ മോനാണോ നീ? അപ്പൊ ശക്തി മാൻഷന്റെ ഓണർ നിന്റെ ബന്ധുവാ? മാമനോ? എടാ നീ നമ്മുടെ ജാതിക്കാരനാ, മോളിൽ കയറിയിരിക്കേ. നീ എന്റെ സ്വന്തക്കാരനാ, മോളിൽ കയറിയിരിക്കേ. താഴെ ഇരിക്കാൻ പാടില്ല. ശരിക്ക് ചാരി ഇരിക്കടാ. മാമാന്ന് വിളിക്കടാ. ശരി അമ്മാവാ. പൊക്കോട എടുത്ത് കഴിക്കടാ. നീ നമ്മുടെ ചെക്കനല്ലേ? പോലീസ് നമ്മുടെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ വെറുതെ അല്ലടാ. ദേ കണ്ടില്ലേ, ഇത്ര നാളും നമ്മൾ മാമ എന്ന് പറഞ്ഞു കളിയാക്കിക്കൊണ്ടിരുന്നു. ശരിക്കുള്ള മാമനെ പോലെ തന്നെയാണോ പെരുമാറുന്നത്? അതോർത്ത് ഭയങ്കര വിഷമം വരുന്നത്. എന്തോരാ കളിയാക്കിയേക്കുന്നത്? നീ ഒന്നും പേടിക്കണ്ട. കുറച്ച് പക്കട എനിക്ക് കൂടി കഴിക്കടാ. പൊക്കോട എല്ലാവർക്കും ഉണ്ട്. താങ്ക് യു സർ. എടോ, ആ ആസിഡ് ഒഴിച്ചവൻ എവിടെയോ? ആസിഡ് ഒഴിച്ചത് ആരാണെന്ന് വഴിമാറ് സാർ. എവിടെ ഉണ്ട് സാർ? ഈ നായിന്റെ മോനെ ഇരുത്തി ഊട്ടു വന്നോടാ. എഴുന്നേക്കടാ, എഴുന്നേക്കാൻ. മാമനോ? എന്റെ പണി നീ കളയും. പ്രേമിക്കുന്നു എന്ന് പറഞ്ഞു ടോർച്ചർ ചെയ്യുന്നോടാ. ഒരു പെണ്ണ് ഇഷ്ടമല്ലെന്ന് പറഞ്ഞതിന് ശേഷം അവളെ വിട്ടിട്ട് പൊയ്ക്കോണം. അങ്ങനെ ചെയ്യാണ്ട് ആസിഡ് ഒഴിക്കണോ നീ? പോലീസുകാർ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലടാ, യമന്മാരാണ്. ആസിഡ് ഒഴിച്ചുള്ള വേദന എന്താണെന്ന് നിനക്കറിയോ? കണ്ണ് നഷ്ടപ്പെടും, സംസാരിക്കാൻ പറ്റില്ല. ആ വേദന നീ അനുഭവിച്ചാലേ അവൾ അനുഭവിക്കുന്ന വേദന നിനക്ക് മനസ്സിലാവും. ഒരു പെൺകുച്ചിന്റെ ജീവിതമാണ് നശിപ്പിച്ചത്. നിന്നെ ഞാൻ വെറുതെ വിടില്ല. സർ, അക്കിസ്റ്റിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ആസിഡ് ബോട്ടിൽ. സൂക്ഷിച്ചു ബ്രോ, ബോട്ടിൽ ഇപ്പൊ പൊട്ടിയനെ. ഇവനെ ഈ കേസിൽ ബുക്ക് ചെയ്യണ്ട. ശിക്ഷ വലുതായിട്ട് കിട്ടും. ഇവനെ മറ്റൊരു കേസിൽ ബുക്ക് ചെയ്ത് ഓടിച്ചിട്ട് വെടിവെക്കണം. എന്നാലേ ഇവനൊക്കെ പഠിക്കൂ. ഒരെണ്ണത്തിനെ വെറുതെ വിട്. ഇവനടുത്ത് സെല്ലിട്. ചെല്ലടോ. യെസ് സർ. നിങ്ങളൊക്കെ ഏതാ? ന്യൂ ആർട്സ് കോളേജ് സ്റ്റുഡൻസ്. ഓ, എന്തിനാ വന്നിരിക്കുന്നത്? പെർമിഷൻ മേടിക്കാൻ വന്നു സാർ. എന്ത് പെർമിഷൻ? എന്റെ കൂട്ടുകാരൻ കോളേജ് ചെയർമാനായി സാർ. അത് ആഘോഷിക്കാൻ വേണ്ടി വന്നു സാർ. ഓഹോ, കൊടുക്കല സാർ. എടോ വെറുതെ ഇരിടോ. അതിരിക്കട്ടെ, ഇത് LIC ഓഫീസിന്റെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 1000 ലൈറ്റ് വഴി നിങ്ങളുടെ കോളേജിലേക്ക് പോവാലോ. പോകാം സാർ. അങ്ങനെ ചെയ്യാതെ SIT കോളേജിന്റെ മുന്നിൽ കൂടി എന്തിനാ? എന്താ നോക്ക്, പെർമിഷൻ ഞാൻ ഏത് റൂട്ടിൽ തരുന്നോ ആ റൂട്ടിൽ പൊയ്ക്കോണം. ഓക്കെ? ശരി സാർ. വാ ഗണേശൻ സാറേ. സാറേ, നിങ്ങൾ തെറ്റിദ്ധരിച്ചില്ലെങ്കിൽ ഒന്ന് ചോദിച്ചോട്ടെ. എന്തോന്ന്? ഈ സംഭവം നടന്നത് നിങ്ങളുടെ വീടിന്റെ വാതിക്കല. നിങ്ങളെ കൊല്ലാൻ വന്നവനെ നിങ്ങളുടെ ആൾക്കാരെങ്കിലും എന്തെങ്കിലും ചെയ്തോന്നൊരു ചെറിയ സംശയം. അവനിപ്പോ അൺകോൺഷ്യസാ. അവൻ കോൺഷ്യസിൽ വന്നതിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റൂ. കോൺഷ്യസിലല്ലാത്തവൻ സെമി കോൺഷ്യസ് ആയിട്ട് കിടന്നുകൊണ്ട് ഞങ്ങളാണ് ഇത് ചെയ്തെന്ന് പറഞ്ഞ് മരണം വഴി തന്നാൽ എന്താ സാറേ? എന്റെ രാഷ്ട്രീയ ഭാവി തകർക്കാൻ വേണ്ടിയിട്ട് ഏതൊരുത്തും തല്ലി ബോധം കെടുത്തി എന്റെ വീടിന് വാക്കൊണ്ടിട്ടതാ. മനസ്സിലായില്ലല്ലോ. അടുത്ത ഇലക്ഷനിലെ MLA സീറ്റ് കിട്ടാൻ വേണ്ടിട്ട് ഞാൻ കിടന്ന് ഓടുന്ന ഓട്ടം എനിക്ക് മാത്രമേ അറിയൂ. ഓഹോ, ആ സീറ്റ് കിട്ടാത്ത വിഷമത്തിലെ 5 മിനിറ്റ് കൊണ്ട് എന്റെ എതിർ പാർട്ടിക്കാരൻ എനിക്കിട്ട് പണി തരാൻ വേണ്ടി ചെയ്തൊരു കളിയാണ് സാറേ ഇത്. വടിവാള് കൊണ്ട് വെട്ടിന്ന് പറഞ്ഞാൽ എന്റെ പേര് കേസെടുക്കാൻ പറ്റുമോ? ഇവന്മാരെ പോലെ എന്തും ചെയ്യാൻ തയ്യാറാവുമാരെ വില കൊടുത്ത് വാങ്ങി ഏതോരുത്തിന് എന്റെ വീണ്ടും ബാധിക്കാൻ കൊണ്ടിട്ടിട്ട് അവനെ കൊണ്ട് എനിക്കെതിരെ മരണം വഴി കുടിപ്പിച്ചിരിക്കുന്നു. അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്നേ. അതെ ഗണേശൻ സാറേ, പാമ്പ് കടിച്ചിട്ട് ജീവിച്ചിരിക്കുന്നവരും ഉണ്ട്, മുള്ളുകൊണ്ട് ചത്ത ആൾക്കാരും ഇവിടെ ഉണ്ട്. ശരി, വിട്ടേക്ക്. നിങ്ങളുടെ സൈഡിൽ നിങ്ങൾ അന്വേഷിക്കും, ഞങ്ങളുടെ സൈഡിൽ ഞാനും അന്വേഷിച്ചോളാം. ഹലോ, സാർ പറയൂ. സാർ, അവൻ വരുന്നുണ്ട്. ഒരു മിനിറ്റ്, അവനോട് നിൽക്കാൻ. ഓക്കേ സാർ. എത്തിയിരിക്കുന്നു. നിങ്ങൾ
അവനെ പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യും. ആദ്യം അവനെ അറസ്റ്റ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. എവിടുന്നാ വരുന്നേ? അതൊക്കെ ഞാൻ നോക്കിക്കോളാന്നേ. ദേ അമ്മ വിളിക്കുന്നു. നീ വിമൻസ് കോളേജ് വഴിയല്ലേ പോകുന്നത്? എക്സാമിന് സമയമായി. അവിടെ നിന്ന് ഇറക്കാവോ? അല്ല, ഞാൻ കുറച്ച് അർജന്റായിട്ട് പ്ലീസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. മോനെ. അല്ല, ഞാൻ നന്ദിനി ഇങ്ങോട്ട് വാ. പേടിക്കണ്ട മോളെ, ചേട്ടന്റെ വണ്ടിയല്ലേ. ചേട്ടൻ ഈ സ്ക്രൂ വിജയുടെ ബൈക്കിൽ നിന്ന് വീണ് അതേ സ്ക്രൂ തന്നെയാണ്. സൂക്ഷിച്ച് പോയിക്കോളണം കേട്ടോ. ശരി. സാധാരണ സംഭവിക്കുന്നത്. ആ ശരി മോളെ, ഞാൻ നോക്കിക്കോളാം. ശരിയാണ്. ഇവിടെ തന്നെ നിർത്തിയാൽ മതി. ഹായ് വിജയ്. ഹായ്. മധു, നിനക്ക് വിജയ് അറിയാവോ? ഏയ്, കോളേജിൽ വിജയ് അറിയാത്ത ആരാ ഉള്ളേ? ന്യൂ കോളേജ് ചെയർമാൻ അല്ലേ? താങ്ക്സ്. എന്റെ അമ്മ നിങ്ങളെ ബ്രദർ എന്ന് പറഞ്ഞതിന് വിഷമിക്കണ്ട കേട്ടോ. ചാച്ചാ, ഞാൻ തന്നെ അതിനൊക്കെ വിഷമിക്കാൻ പോകുന്നു. അതൊക്കെ കേട്ട് ഒരുപാട് ശീലിച്ചു പോയ കാര്യങ്ങളാണ്. ഇനി എങ്ങനെ വിളിച്ച പോലെ നമ്മൾ ഓപ്പോസിറ്റ് കാണാറുള്ളൂ. വേഗം പോ നോക്ക്. താങ്ക്സ്. ബൈ. ടേക്ക് കെയർ. ഇവിടെ ആരാ സുമതി? നിന്റെ ഭർത്താവ് തന്നെയാണോന്ന് ഒന്ന് നല്ലോണം നോക്കിയിട്ട് പറ. എന്നാ ഇതിലേക്ക് ഒപ്പിട്. അവനാഷേ, വിജയാണ് മൂർത്തിയെ കൊന്നെന്ന് പറഞ്ഞ് പോലീസ് പറഞ്ഞാലോ? അല്ല, എന്ത് പറയും നമ്മള്? വിജയെ കൊല്ലാൻ ഞങ്ങൾ രണ്ടുപേരാണ് പോയത്. അവൻ തിരിച്ചടിച്ചപ്പോ മൂർത്തി ചത്തുപോയെന്ന് പറഞ്ഞ കൊട്ടേഷൻ സംഘം എന്ന് പറഞ്ഞ എന്നെ അറസ്റ്റ് ചെയ്യില്ലേ? അത് മാത്രമാണ്. ഇത് ചെയ്യാൻ താനാണ് കാശ് തന്നെന്നും അവർ മനസ്സിലാക്കും. തന്നെയും പിടിച്ചകത്തിടും. പോലീസ് വരുന്നുണ്ട്. പോ പോ പോന്നു. ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞു. വണ്ടി വന്നോണ്ടിരിക്കുക. ശിവരാമൻ സാർ, നിങ്ങൾ കൂടെ തന്നെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് പിന്നെ സ്റ്റേഷനിലോട്ട് വന്നാൽ മതി. ശരി സാർ. സാർ, ആരെങ്കിലും ഉള്ളി പൊക്കിയിട്ട് കേസ് ഫിനിഷ് ചെയ്യും സാർ. വിടറോ, ഞാൻ നോക്കിക്കോളാം. താൻ വിഷമിക്കാതെ. മുതലാളി, ഈ മണ്ണും കൂടി ഒന്ന് പരിശോധിച്ച് നോക്ക്. മുതലാളി, ഇവിടെ നിന്നാണ് കോടീശ്വരൻ ചേംബറിലേക്ക് മണ്ണ് സ്ഥിരമായിട്ട് പോകുന്നത്. ശരിയെന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി. 100 ലോഡ് ഞാൻ കൂടെ അയച്ചു തന്നേക്കാം. 50 ലോഡ് അയക്കാൻ പറ. ശരി സാർ. അച്ഛാ, നമ്മുടെ പോസ്റ്റ് ഒട്ടാൻ ഒരുത്തം വരുന്നുണ്ട് അച്ഛാ. അവനോട് നിർത്തിക്കേ. ഇറങ്ങാനാ പറഞ്ഞത്. എന്താ വണ്ടി നടക്കടാ. വണ്ടി നടക്കടാ. പോടാ, നടക്കടാ. അനിയ കോളേജിൽ നേതാവായെന്ന് പറഞ്ഞേ നാടിന്റെ നേതാവായെന്നാണോ ഭാവം? നിന്റെ പോസ്റ്റർ ഒട്ടിക്കണമെന്നുണ്ടെങ്കിലേ ആരുടെ മേലിലാണ്, എന്ത് പോസ്റ്ററിന്റെ മേലിലാണ് നീ ഒട്ടിക്കുന്നത് നോക്കി ഒട്ടിക്കണം. എന്റെ പോസ്റ്ററിന്റെ പുറത്തോണ്ട് ഒട്ടിച്ചല്ലേ മാറ്റാൻ പറഞ്ഞപ്പോ അതിന് പറ്റില്ല. ഏയ്, ഞങ്ങളൊക്കെ മണ്ണ് കഴിക്കുന്നവരാ. വിറകിന് പകരം മനുഷ്യരിട്ട് കൊളുത്തിയേക്കും. സാമ്പൽ പോലും മിഞ്ചില്ല. വിട്ടേക്ക്.